Namaste YouTube, it's your boy JKR here. So, about today's video, നമ്മളിന്ന് നമ്മളങ്ങനെ ഒരു ജോലിക്ക് കയറിയായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് ടൂർ പോവാം. എങ്ങോട്ടാ പോണേ? മൂന്നാർ. പുതിയ ഇറ്റാലിയൻ സ്റ്റൈൽ പിടിച്ചിട്ട് എങ്ങനെയുണ്ട്? കടയിൽ ചെന്നിട്ട് ചേട്ടാ ഇറ്റാലിയൻ സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞപ്പോൾ തുറമ്പൂലാലെ ഗാവജോസ് പോലെയൊക്കെ വിട്ട് സ്കൂളിംഗ് ക്ലാസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കച്ചിൽ കാണാൻ പാടാത്തോണം. സോ എന്നിരുന്നാലും നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഓഫീസിൽ നിന്ന് ടൂർ പോവാം. പോസ്റ്റിയാണ് ഡ്രോപ്പ് ചെയ്യാൻ പോണത്. പരിപാടികളൊക്കെ കാണിച്ച് ഇതേപോലത്തെ കേസിനൊക്കെ ഡാഡിയുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഡാഡി കൊതി വന്നു. സോ നിനക്ക് എന്നാ മൈലേജ് കിട്ടുന്നുണ്ട്? മൈലേജ് ഞാൻ നോക്കാറില്ല. അതിനാ മൈലേജ് നോക്കിയിട്ടൊന്നും കാര്യമില്ല. മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും ഒരു ആവറേജ് ഒക്കെ. അപ്പൊ എങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കണമെങ്കിൽ പെട്രോൾ അടിക്കും കൊണ്ടുനടക്കും. അപ്പൊ റിച്ച് ലൈഫ് തന്നെ അങ്ങനെ അല്ലേ? എന്നെ പൊടിയാലേ ഫുള്ള് തിരക്കും, അതേപോലെ തന്നെ ഭയങ്കര പൊടി. നോക്കാം, നമുക്ക് അവിടെ ഒരു 9 മണിയാകുമ്പോൾ എത്തിയാൽ മതി. അവിടെ ടൂറിസ്റ്റേഴ്സിനാണ് വണ്ണസാന്നൊക്കെയാ പറയണത്. അതിലുണ്ട് വണ്ടിക്ക് പകരം പെണ്ണിന് പകരം ഒരു ടൂറിസ്റ്റ് ബസ്സിന് കച്ചാവിലോ അല്ലല്ല മറ്റേവൻ ഈവർ അവൻ പെണ്ണിന് പകരം ടൂറിസ്റ്റ് ബസ്സിനെ പ്രണയിച്ച പറയുവാട്ട് കഴിഞ്ഞ ഒരാടൊക്കെ എടപ്പള്ളി പോയത്തേനും ഞാൻ ബാക്കിലിരിക്കണേ ഓൻ വണ്ടി ഓടിക്കുക. ആള് സൈഡ് മിററിൽ കൂടെ കണ്ട് വണ്ണത് പറയും കൂടെ എടാ ഫോട്ടോ എടുക്കടാ വീഡിയോ എടുക്കടാ. ഞാൻ പറഞ്ഞു എന്താ നിനക്കെന്താ പയ്യേ? ഇത് ബസ് പറയുമ്പോഴെ കളിയാക്കണമല്ല കേട്ടോ. ലിറ്ററലി കുറെ ആളുകളുടെ പ്രവർത്തികൾ നമ്മളിങ്ങനെ വേണ്ടോ. പലതരം പ്രേമങ്ങളുണ്ട്. പലതരം പ്രേമങ്ങളുണ്ട്. അതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബട്ട് രസമാണ്, കേൾക്കുമ്പോ ചിരിക്കാൻ തോന്നും. നിനക്കെന്താ ബസ്സല്ലടാ, ബസ് എന്ത് ലുക്കാടാ. ഓ അതിന്റെ സ്റ്റിക്കർ വർക്ക് കണ്ടില്ലേ? അതിന്റെ ഹെഡ്ലൈറ്റ് കണ്ടില്ലേ? നമ്മുടെ ഹെഡ്ലൈറ്റാ വെള്ള പെയിന്റ് അടിച്ച ബസ്സിലാണ്. ടൂറിസ്റ്റേഴ്സ് ഒക്കെ വെള്ളയാക്കിയല്ലോ. ഇല്ല വണ്ണസിന് എന്തോ ഇതുണ്ടെന്നോ ഉണ്ടോ? ആ കൊള്ളാല്ലേ. 500 രൂപ പെട്രോൾ അടിച്ചാൽ 500 രൂപയ്ക്കോ? ഓ എന്നാ പൊളിക്കും. ഓറാന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. അത്രക്ക് ഓറ വേണോ? ഓറയായിരിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ ഓറ ഫാമിലിന്റെ ആൾക്കാരല്ലേ ചേച്ചി? ഓറ കാണിച്ചിട്ട് തെറിവിളിയല്ലേ? വീടി പോണ്, അങ്ങനെ പോണ്, ഇങ്ങനെ പോണ്. പിന്നെ അത് ഓറയല്ല, അത് വീഡിയോയിലായതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. അങ്ങനെ നമ്മള് ചൂണ്ടി ജംഗ്ഷനായിട്ട് എത്തിക്കൊണ്ടിരിക്കണോ. ചൂണ്ടി ജംഗ്ഷനിൽ തിരക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരക്കുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതെന്ന് പറയുമ്പോഴത്തേനും റൈറ്റാണ് പോകേണ്ടത്. റൈറ്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ 10-ാം മൈൽ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിൽ ലെഫ്റ്റ് എടുക്കും. പിന്നെ നേരത്തെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ അല്ലേ. സോ അങ്ങനെ ചൂണ്ടി ജംഗ്ഷനും കഴിഞ്ഞ് നമ്മൾ 10-ാം മൈലിട്ട് കൊടുക്കും. ആൾക്കാരൊക്കെ ഒരുമാതിരി ഓപ്പോടായിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത പതിവില്ലാത്തൊരു നാണം പോലെ അങ്ങനെയൊക്കെ. സോ പറഞ്ഞപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോസ് കുറെ പാർട്ടായിട്ടായിരിക്കും കേട്ടോ. പറയുമ്പോഴത്തേനും വലിയൊരു ഫോർമാറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എത്രമാത്രം നിങ്ങൾക്ക് അത് എന്റർടൈൻ അല്ലെങ്കിൽ അത് എൻഗേജിങ് ആയിരിക്കുമെന്നും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും പോസിബിലി ഒരു 50 മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരു കുറച്ച് പാർട്ടായിട്ടായിട്ടിരിക്കട്ടെ. അത് വീഡിയോയുടെ ലൈക്സ് അനുസരിച്ചിരിക്കും. പാർട്ടായിട്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ഡൗൺ ചെയ്യും. പാർട്ടായിട്ട് വേണോ അതോ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് വേണം? ഓക്കെ, കഴിഞ്ഞ ദിവസം വന്ന വഴിക്ക് ഇവിടെ ഒരു ആംബുലൻസ് തലകുത്തി മറിഞ്ഞ് നടക്കണുണ്ടായിരുന്നു. ഒരു ആംബുലൻസ് ഈ ജനറേറ്റർ വെച്ചാണ് കേട്ടോ. ഇവിടെയാണ് ഒരു ആംബുലൻസ് തലകുത്തി മറിച്ച് കിടക്കുന്നത്. തലകുത്തി മറിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്ററലി അപ്സൈഡ് ഡൗൺ. അത് ഭയങ്കര സീനായിരുന്നു.
ആരെങ്കിലും ഉണ്ടായിരുന്നു വണ്ടിയിൽ? എന്ത് റോഡ് പ്രസൻസ് ആണല്ലേ. ആ ഭയങ്കര രസമല്ലേ. ടൊയോട്ടയുടെ ഈ സെയിം സാധനം തന്നെയാണ് ടൊയോട്ടയുടെ ഹൈ റൈഡർ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അല്ലേ? ആയിരിക്കണം. അയ്യോ ആ ടൂണ കിട്ടാലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 9 മണിക്കാണ് അവിടെ എത്തേണ്ടത്. ഇപ്പം ടൈം ഏറെക്കുറെ 8:40 ആയുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാളും ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ, വിചാരിച്ചതിനേക്കാളും നേരത്തെ ഞാൻ എത്തിക്കാൻ പോകുന്നു. അത് കണ്ടായിരുന്നോ കാഴ്ചകൾ? അതെ, വിചാരിക്കുന്നതിനേക്കാളും നേരത്തെ അമ്മി ഈ കാണാന്ന് തോന്നണം നമ്മൾ പോണ വണ്ടി. ജനലൊക്കെ പൊളിഞ്ഞായിട്ട് സ്പീക്കർ തന്നെ. അങ്ങനെയൊന്നും സംഭവിക്കൊന്നുമില്ല. ഇത് 1S അല്ല, 6S ആണ്. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വാളി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ചെക്കന്മാരെല്ലാവരും ഉണ്ട്. എന്താ അമലൊരു ഹായ് കാണിച്ചേ. ഹായ്.
വ്യൂസ് കൂടിയാലോ. അങ്ങനെ നമ്മള് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വെള്ളം ഉണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി വെള്ളം കുറവാണ്. അപ്പോൾ നമുക്ക് എന്താണേലും നോക്കാം. പുള്ളിയൊക്കെ എല്ലാവരും ക്ഷീണിച്ചിരിക്കും. അപ്പൊ ഇത് അടുത്ത ഡീല്, ഇത് എല്ലാവരും ഡീല്. നീ പോണെന്ന് അമല് അതിന്റെ പുറകെ ഓക്കെ. ഇങ്ങനെ ഫൈനലി രണ്ടാമത്തെ വണ്ടി എത്തിയിട്ട് ഞങ്ങളിത് എല്ലാവരും കൂടെ ഇപ്പൊ ചീയപ്പാറ വാട്ടർഫോൾസ് കാണാൻ വന്നത്. ആഷിഖിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിൻസിന്റെ ഒരു കട്ടുണ്ട്. ബിൻസിനെ हम लई लेते तू ഇല്ല ഇല്ല ഫോട്ടോ ബ്ലോക്ക് ആക്കിയിട്ടേക്ക ഫോട്ടോ എടുക്കാനായിട്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ബസ്സിട്ട് കയറി അടുത്ത നേരെ നമ്മുടെ റിസോർട്ടിട്ട് പോകാന്ന് തോന്നുന്നു. റിസോർട്ടിട്ട് പോയി കഴിയുമ്പോഴത്തേനും ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ ഫൈനലി നമ്മൾ പിന്നെ സൗത്ത് പനാരും ഇന്ദ്രിയ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം എന്താണേലും ആദ്യം തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. റൂമിട്ട് പോകാമെന്ന് പറഞ്ഞു. റൂം കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഫുഡ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് ഇതാണിപ്പോൾ ഇന്ദ്രിയ റിസോർട്ട്. ഹലോ ഗൈസ്, വാട്സാപ്പ് അടിച്ചിരിക്കുക ചന്ദനത്തോട് പോയിട്ട്. യെസ്, വേറൊരു വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കുന്നുണ്ട് ബ്ലോക്കിൽ പെടാണ്ട്. താങ്ക് യു. പിന്നെ ചന്ദ്രൻ എന്നൊക്കെ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. എന്താണെങ്കിലും ഇത് കുതിര ഓടിക്കാനായിട്ട് ആൾക്കാർ കിടപ്പുണ്ട്. ഇപ്പം ഇതാണ് ലോബി ഏരിയ. ലോബി ഏരിയയിൽ ഇപ്പോൾ ബാക്ക് വെച്ചിട്ടൊരു ഫ്രണ്ടിൽ നിന്ന് പറയാമോ കിളിച്ച് പിടിച്ചോണ്ടിരിക്കുക. ഇത് അൽഫി വൈറലാവാനായിട്ട് കിടക്കുന്നതാണ്. ഇത് ആൻറ്റി. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകണം. കോറിഡോർ മേളിലാണ്. ഇപ്പം കുറേ ബാഗ് വെച്ചിട്ടുണ്ടല്ലോ. മറ്റൊരു നേരത്തെ എത്തിയെന്ന് തോന്നുന്നുണ്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിട്ട് നോക്കാം. ഇപ്പോൾ റിസോർട്ടിൻ്റെ പേര് ഒന്നുകൂടെ നോക്കൂ. ഇന്ദ്രിയ റിസോർട്ട്സ്. ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും തരാം. സീസൂൺ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മേളിൽ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ പോകണം. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ബൊഫയാണ് ഇത് ചെയ്തിരുന്നത്, പ്ലാൻ ചെയ്ത് തരുന്നത്. സീറ്റിംഗ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം മൂടാണ്. നൈസ്. ഞങ്ങൾ ആദ്യം തന്നെ ഭക്ഷണം മേടിച്ച് കഴിഞ്ഞിട്ട് പോണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ബൊഫേ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ എടുക്കണമെന്നുള്ളത് അതിനേരം നോക്കാം. മറന്നുകൊണ്ട് ചൂടാണോ? ആണോ? മൂവി മോഡാ ലൈക്കയുടെ കൊളാബറേഷനാണ്. 4K 30 നല്ല ഇതിൻ്റെ അടുത്ത് ഉള്ളി സാധനം എടുത്തോ.
അതാ കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ വിവോട് ഫോൺ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പടി എന്തെന്ന് വെച്ചപ്പോൾ ഇവിടെ അതിലോട്ട് ഇന്നോ നമ്പർ ആ അത് ഓഫായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ നോക്കല്ലേ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സൂപ്പ് കുടിച്ചോണ്ടിരിക്കുക. ആക്ച്വലി സൂപ്പ് ഒരു സ്റ്റാർട്ടർ ആണെങ്കിലും ഏറ്റവും അവസാനം കൈ കഴുകാൻ പോയപ്പോഴത്തേനും നമ്മളത് കണ്ടത്. എല്ലാവരും അവിടുത്തെ ഇവിടത്തേക്ക് ആയിട്ട് നോക്കി കണ്ടിട്ടോ വീഡിയോ എടുക്കുന്നത്. ഇല്ല അത് ഞാൻ രണ്ടാമത് ഓഫ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് സൂപ്പ് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മറ്റേ കിട്ടിയില്ല. ആദ്യം സൂപ്പർ. ഇനി മേലെ ആരും കുടിക്കരുത്. ചൂടുവെള്ളത്തിൽ വെക്കുന്നുണ്ടെന്ന് വളരെ പെപ്പറും സോൾട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. എന്തായാലും ഇനി ഐസ്ക്രീം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടായി കാണിച്ചായിരുന്നു. നമ്മൾ അടുത്തായിട്ട് ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് വന്നിട്ടിരിക്കുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ആദ്യം ഒരു സ്പ്രെഡ് ഇതിൻ്റെ പൊക്കത്തിട്ട് ഒഴിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അല്ലാന്ന് വരുവാണ്. ഐസ്ക്രീം എങ്ങനെയാണെന്ന് ഐസ്ക്രീം തന്നെയാണ് ബേസിക്കലി. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ചുറ്റുമുള്ള വിഷ്വൽ കാണിച്ചു തരാം. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. നമുക്ക് നോക്കാം എന്താണെങ്കിലും. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മൾ ഇരിക്കണതെന്ന് പറയുമ്പോഴത്തേനും ഒരു ഹട്ട് ഹൗസിലാണ്. ഹട്ട് ഹൗസും പോട്ടെ, ട്രീ ഹൗസിലാണ് താഴ്ത്തുന്ന. ഇപ്പം ഇതാണ് പറയണ റിസോർട്ട്. അപ്പം നമ്മളെന്താണ് റൂമിട്ട് പോവുക. ഇപ്പോൾ റൂമിട്ട് പോയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഷോർട്ട് പിടിച്ചാലോ? ഷോർട്ട് പിടിക്കാം. ഉരുണ്ട് വീഴുമോ നോക്കാം. ഉരുണ്ട് വീണാ മോനെ ചെളിയായിരിക്കും. സീന നല്ലൊന്നാന്തരം വഴി അവിടെ ഉണ്ടായിട്ട് ലോൺ മെയിൻ്റനൻസിനൊക്കെ പട്ടി വില കൊടുത്തിട്ടേ നടക്കുന്നത്. നീ ഇത് ചാടി ഇറങ്ങും. യശോദ ബാഗ് എടുക്കണ്ടേ? ഇപ്പം ബാഗ് നമ്മൾ ഓൾറെഡി റിസപ്ഷനിൽ വെച്ചതുകൊണ്ട് ബാഗ് എടുത്തിട്ട് പോകാന്നുള്ള സ്കീമിൽ ഭരതനുണ്ട്. ഭരതൻ ഹായ്. എനിക്ക് മറ്റേ സംഭവം അല്ലേ, ഏത് ഗിംബൽ. ഇനിയിപ്പോൾ നമുക്ക് 407 ആണെന്ന് തോന്നുന്നു റൂം നമ്പർ. അപ്പോൾ 407 ലക്ഷ്യമാക്കി പോവാം. എന്നിട്ടറിയാം എന്താവും എന്നുള്ളത്. ഇപ്പം നമ്മൾ ചാക്കൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. ലെറ്റ്സ് ഗോ. കൊല്ലം മുള്ളെന്ന് പറഞ്ഞാൽ അത് ഇതിൽ കൂടെ ആണെന്ന് തോന്നുന്നു ട്രക്കിങ്. ജാക്കറ്റൊക്കെ കൊണ്ടുവന്നത് വെറുതെ എന്ന് തോന്നുക. ഐ മീൻ തണുപ്പാന്ന് പ്രതീക്ഷിച്ച ജാക്കറ്റ് സ്വെറ്ററൊക്കെ എടുത്തുകൊണ്ട് വന്നത്, പക്ഷെ ചൂടാ. അവരതിൻ്റെ പൊക്കത്ത് കയറിയപ്പോട്ട് ഇത് ഇവിടുത്തെ ഈ ഓരോ ഹട്ടിൻ്റെ മേളിലും ഇരിക്കാനുള്ള ഏരിയാസ് ഉണ്ട്. ദാറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. എന്ന് പറയുമ്പോഴത്തേനും വലിയ ബോറടിയോ കാര്യങ്ങളൊന്നുമല്ലോ. പ്രൈവറ്റ് സ്പേസ് എപ്പോഴും ഉണ്ടാവും. അടിപൊളിയായിരിക്കും. 404 എവിടെയാ? ആ പുള്ളി ഇറങ്ങിയത് ചോദിച്ചിട്ട് ആ പുള്ളി എടുത്ത് ചോദിച്ചേ ഭയ്യാ. ഏത് മോട്ട്? വയ്യ ക്ഷീണായി. ഈ 404 എവിടെയാടോ? 404 അങ്ങ് പോകണമെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ പൊക്കത്താന്ന് തോന്നുന്നു. അപ്പോൾ എന്താണേലും നമുക്ക് കുറച്ചധികം നടക്കാനുണ്ട്. നടക്കാം. ഇതെന്താ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ കിട്ടണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷൻ എത്തിക്കഴിയുമ്പോഴത്തേനും അവിടെ നിന്ന് റൈറ്റ് എന്നാണ് പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ ഇത്, ഇല്ലെങ്കിൽ അതിനപ്പുറം. 404 എവിടെയാണോ ബ്രോ? 404 എവിടെയാ? 400 എവിടെയാ ആണോ? അതെ, അവിടെ എത്രയാണ് റൂം നമ്പർ? എത്രയാ? 200 ആണോ? നോക്കട്ടെ. ഞാൻ പിന്നെയും വഴി അറിയാണ്ട് ഞാൻ പിന്നെയും വഴി തെറ്റിയിട്ട് നടക്കും. അവിടെ 200 ആണെന്നാണ് പറയണത്. ചെന്ന് നോക്കാം. അങ്ങനെ സ്നേക്കിനെ കിട്ടി. അവിടെ നിൽക്കാൻ മതി.
സീനാണ്. ഞാൻ സത്യം പറയാതെ ഞാൻ ഇതിനകത്ത് ചാടണമെന്ന് കരുതിയിരിക്കുവായിരുന്നു. ഇപ്പൊ മാറി. ഞാൻ ആ പൂളി കുളിക്കണേക്കാളും അടിപൊളി ഇതിനകത്തായിരിക്കുമല്ലോ എന്ന് കരുതിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാത്തിനും ബെറ്റർ നോക്കി. ഓയ്യോ മീനെ പിടിക്കണ നീർക്കോലി അത്. ഓ മൈ ഗോഡ്, പാമ്പ്. ഒരു പൈസ ഇല്ലടാ, ഇതിന് പേടിയാടാ. ശിവനാ? ശിവനല്ല, ശിവന് പാമ്പ്. ഇവിടെ ഇങ്ങോട്ട് അപ്പൊ അടിയിൽ നിന്ന് വന്ന് വെട്ടണം. ഫ്രിഡ്ജിലേക്ക് പാമ്പിനെ കണ്ടല്ലോ. ഒരു അരാപ്പയ്മ ഉണ്ടായിരുന്നു. അരാപ്പയ്മ പാമ്പിനെ പിടിച്ചില്ല. അങ്ങനെ വഴി മൊത്തം തെറ്റി. ഇപ്പം അമലിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നമ്മുടെ റൂം കണ്ടുപിടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താവുമെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ ആ വഴി നടന്ന വഴി ചിലപ്പോൾ എനിക്ക് ഡീവേറ്റ് ചെയ്ത് പോവില്ലോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ വന്ന വഴി മൊത്തം നടന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം വന്നോടത്ത് തന്നെ തിരിച്ചെത്തി. അത് കഴിഞ്ഞിട്ട് എവിടെ അല്ല ആ നേരെ കാണുന്ന ബിൽഡിംഗ് ആണോ? ആ ഫ്രണ്ട് മേളിട്ട് തന്നെ പോകണോ അല്ലേ? ആ താങ്ക് യു. മൂന്നാമത്തെ തവണ വഴിയേറ്റി. ഈ തവണ കൂടെ വഴിയേറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂളിൻ്റെ ചോട്ടി കിടന്ന് ഉറങ്ങണമാണ്. എന്താണേലും പോവാം. പോയിട്ട് എന്താവും അറിയാം. ചന്ദനമൊക്കെ തേച്ചൊക്കെ ചന്ദനമൊക്കെ പോയിട്ടുണ്ടോ എന്നിരുന്നാലും എന്തോ ഞങ്ങള് കേറി അണപ്പ് കയറിച്ച് കുറച്ച് കേറിയിട്ട് റൈറ്റ് തിരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കേട്ട ഫുള്ള് കയറണമെന്ന് പറയാം. ഇത് ഏലത്തോട്ടാ. ഇവിടം വരെ വന്ന് കിടന്നുറങ്ങാൻ വയ്യ, കാലൊക്കെ വേദന എടുക്കണ്ടേ. ഇവിടെ വേറെ വഴിയുണ്ടെന്ന് തോന്നണത്. നല്ല നാന്തരം നല്ല വഴിയുണ്ട്. നീ ആദ്യം കേറിപ്പോയില്ലേ? ഇല്ല, ആദ്യം ഇവിടം വരെ ഒന്നില്ല. ആദ്യം അവരുടെ റൂമിൽ മറ്റേ അതിങ്ങനെ കറങ്ങി വരുവരി. ഈ വഴിയാന്ന് തോന്നണം. ഇതാണ് അച്ഛൻ. ഇനി ഇതൊക്കെ വെച്ചോണ്ടാണ് ജീപ്പ് സവാരിക്ക് പോകാൻ പോകുന്നത്. എന്താവും എന്തോ നോക്കാം. പോവും നമ്മൾ എന്താണേലും ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ എത്തി. 404 നമുക്ക്. 404 ഗോൾഡ് ഫിഞ്ച്. സോ ഏറെ വരി കണ്ണാടി, അതേപോലെ തന്നെ കുടിക്കാനുള്ള കപ്പും സോസറും കാര്യങ്ങളും 3 എവിടെ നിന്നൊക്കെയോ കയറുന്നതാക്കെ. എടാ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റപ്പോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ട്രീ ഹൗസിൻ്റെ അകത്തെത്തി. എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യൂ ഒക്കെ ചുമ്മാ ബ്യൂട്ടിഫുൾ. എത്തിപ്പെടാൻ ഭയങ്കര പാടാ, അന്യായ കയറ്റവും. എന്നിരുന്നാലും ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് ജീപ്പ് സഫാരി ഉണ്ടെന്ന് പറഞ്ഞു. ജീപ്പ് സഫാരിക്കൊക്കെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. കൂടുതൽ ക്ലിപ്സ് വരും. ടേക്ക് കെയർ.